ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ പച്ചക്കറി തോട്ടത്തിലുള്ള കുറച്ച് ചീരകളാണ് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയുള്ള ഒരു ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കുറച്ച് ചീരകളുടെ ഒരു കളക്ഷൻ. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതിനുള്ളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ആദ്യത്തെ ചീര എന്ന് പറയുന്നത് ഈ പച്ച ചീര ഉണ്ടാകും. ഇത് നല്ല വലുതായിട്ട് വളരുന്ന ഒരു പച്ചച്ചീരയാണ്. നല്ല ടേസ്റ്റാണ്. സാധാ എല്ലാവരുടെയും കാണുന്ന നമ്മൾ പച്ചച്ചീര എന്ന് പറയുന്ന ചീര അതാണിത്. ഇത് ഞാനിപ്പോൾ കുറേ പ്രാവശ്യം കരിഞ്ഞ് പിന്നെയും കിളിർത്ത് വരുന്നതാണ്. ഇതിൻ്റെ കുറേ തൈകൾ ഇവിടെ ഉണ്ട്. കുറേയൊക്കെ ഞാൻ പാവിയതാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായതിൻ്റെ കുരു മുളച്ചൊക്കെ ഉണ്ടായതാണ് ഇത്. അതിൻ്റെ വിത്തൊക്കെ അവിടെയൊക്കെ വീണ് മുളച്ചതാണ്. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള ആദ്യത്തെ ചീര എന്ന് പറയുന്നത് കേട്ടോ. കണ്ട, ഇതിൻ്റെ കുറേ ഉണ്ട്. കുറേ തൈക്കളുണ്ട്. കുറേ പ്രാവശ്യം ഞാൻ അരിഞ്ഞു, എന്നാലും പിന്നെ നന്നായിട്ടുണ്ടായി വരുന്നതാണ്. പിന്നെ രണ്ടാമത് ഞാൻ കാണിക്കാൻ പോകുന്നത് കണ്ട എൻ്റെ ചീര കളക്ഷനിലുള്ളതാണ്. എന്താണിത്? പൊന്നാങ്കണ്ണി ചീര. ഇതും അതെ, ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചതാണ്. ഇത് നന്നായിട്ട് ഒരു ചെറിയ 2-3 പീസാണ് വെച്ചത്. ഇപ്പോൾ ഒരുപാട് കാട് പോലെയൊക്കെ വളർന്നു തുടങ്ങിയിട്ടാണ്. അപ്പം ഇതാണ് പൊന്നാങ്കണ്ണി ചീര, എൻ്റെ രണ്ടാമത്തെ ചീര കളക്ഷനിൽ വരുന്നത്. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നല്ല ചുമന്ന കളറുള്ള അരുണാണിത് കേട്ടോ. ബ്ലാത്താങ്കര ചീര ഉണ്ടായിരുന്നു. അതിൻ്റെ തൈകൾ മുളച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇതിൻ്റെ ഇലയുടെ കളറൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും ഇത് ബ്ലാത്താങ്കരയാണോ എന്ന് തോന്നാറുണ്ട്. പിന്നെ ഇത് ഇവിടെ ഞാൻ സാമ്പാർ ചീര എന്ന് പറയുന്ന ചീരയാണ്. ഇത് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും വെക്കാറില്ല. എന്നാലും ചീര കളക്ഷനിൽ ഉള്ള ഒന്നാണ്. ഇതിൽ ഒരു വയലറ്റ് കളർ പൂവൊക്കെ ഉണ്ടാവുന്നതാണ്. പിന്നെ ഇത് അഗത്തിയാണ് കേട്ടോ. ഇത് വെള്ള അഗത്തിയാണ്. അപ്പോൾ ഇത് ചുമപ്പുണ്ടെന്ന്. ചുമപ്പൊന്നുമില്ല, ആകെ ഞാൻ ആദ്യമായിട്ട് വെച്ചിട്ട് മുളച്ച് കിട്ടിയേക്കണ അഗത്തിയാണ്. അഗത്തി ഒരുപാട് ഞാൻ മുളപ്പിച്ചിരുന്നു, പക്ഷെ എന്തോ ശരിയാവണില്ല. പിന്നെ ഇത് ഇവിടെ മുറ്റത്തൊക്കെ കാണുന്ന നാടൻ ചീരയാണ് കേട്ടോ. ഞാൻ ഇതിനെ നാടൻ ചീര എന്നാണ് പറയണത്. അങ്ങനെ നല്ല ചെറിയ ഇലയായിട്ട് നല്ല ടേസ്റ്റാണ് ഈ ചീര കഴിക്കാനായിട്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ ചീര ഇവിടെ ഒരുപാടുണ്ട്. ഇതിങ്ങനെ വിത്തൊക്കെ വീണ് തനിയെ കിളിച്ച് വന്നേക്കണതാണ്. പിന്നെ ഇത് ചുവന്ന ചീരയുടെ തന്നെ വേറൊരു വെറൈറ്റി. ഇതിനധികം റെഡ് കളറില്ല. ഇതിൽ കുറച്ച് ഇങ്ങനെ ഗ്രീനിഷ് ടൈപ്പ് ഇങ്ങനെ കയറി വന്നിട്ടുള്ള ഒരു ചീരയാണ്. ഇത് ഏത് ചീരയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇതാണ് മധുരച്ചീര എന്ന് ഞാൻ പറയാം, അല്ലെങ്കിൽ ചുക്രുമാണീസ് എന്നൊക്കെ പലരും പറയുന്ന ഒരു ചീര. ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം അരിയുന്നതോട് തിന്നുമ്പോൾ ഇങ്ങനെ നല്ല ഇലകളിങ്ങനെ കിളിർത്ത് വരും. അപ്പോൾ ഈ കിളിർത്ത ഇലകൾ തിന്നാനാണ് കേട്ടോ എനിക്കിഷ്ടമുള്ളൂ. നല്ല മൂത്ത ഇലയൊന്നും വലിയ ടേസ്റ്റ് ഇല്ലാത്തതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കിളിർപ്പുള്ള ഇലകളുടെ മാത്രമേ എടുക്കുകയുള്ളൂ, അത് തുമ്പ് മാത്രമേ എടുക്കുകയുള്ളൂ. ഇതൊന്നും ബാക്കി അടിയിലുള്ള ഇലകളൊന്നും അങ്ങനെ എടുക്കാറില്ല. പിന്നെ ഇത് ഞാനിവിടെ നട്ടു വളർത്തുന്നതാണ് കേട്ടോ, തഴുതാമ. എനിക്ക് തഴുതാമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാധാരണ നമ്മളിത് റോട്ട് വക്കിലൊക്കെയാണ് കാണാറ്. അപ്പോൾ നമുക്ക് അത്ര വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. പട്ടിയും പൂച്ചയും ഒക്കെ ഓടി നടക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിൻ്റെ ചെറിയ തൈകൾ കൊണ്ടുവന്ന് ഞാനിങ്ങനെ വെച്ച് പിടിപ്പിച്ചതാണ്. ഇപ്പം നനയൊക്കെ കൊടുത്തപ്പോൾ ഇത് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇനി മഴക്കാലം ആകുമ്പോൾ നല്ല ഉഷാറാവും. ഇപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ടെന്നുള്ളൂ. പക്ഷെ മഴക്കാലത്താണ് ഇത് ഏറ്റവും നന്നായിട്ട് വളരുക. പിന്നെ ഇത് മയിൽപ്പീലിച്ചീര. ഇതിൻ്റെ തൈകൾ ഇപ്പോൾ മുളച്ച് വരുന്നുണ്ട്. ഞാനിത് വിത്തിന് വേണ്ടി നിർത്തിയേക്കാണ്. ആകെ ഒരു തൈയാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഇനി പുതിയ തൈകളൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചീര വിശേഷങ്ങൾ. താങ്ക്സ്.